ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. അതെ, ഇന്നൊരു സ്പെഷ്യൽ കൂട്ട് ചേർത്തുണ്ടാക്കിയ ഒരു പൊട്ടറ്റോ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ നല്ല രുചിയും അതുപോലെ തന്നെ നല്ല മണവും ഒക്കെയുള്ള ഈ ഒരു പൊട്ടറ്റോ ഫ്രൈ, അതിൻ്റെ പുറമേയൊക്കെ നല്ല ക്രിപ്സി ആയിട്ടും അകം നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടും ഇരിക്കുന്ന ഒരു സ്പെഷ്യൽ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും കുട്ടികൾക്കൊക്കെ സൈഡ് ഡിഷായിട്ട് സ്കൂളിൻ്റെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു 3 വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ സവാള ഉള്ളിയാണ്. അപ്പോൾ ആ ഒരു വലിയ സവാള ഉള്ളി ഞാനിവിടെ കഴുകി ഇതുപോലെ തിൻ സ്ലൈസസ് ആയിട്ട് എതളുകളെല്ലാം നന്നായിട്ട് വേർപെടുത്തി റെഡിയാക്കി അതും ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം. ഞാനതിന് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് ഉരുളക്കിഴങ്ങിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുറച്ച് മാത്രം, ഒരു 1/4 ടീസ്പൂണിൽ താഴെ അളവിൽ ഒരു മഞ്ഞൾപ്പൊടിയും കൂടെ അതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഉരുളക്കിഴങ്ങിൽ കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് ഞാൻ വെള്ളം വറ്റിച്ചല്ല എടുക്കുന്നത്. ഇതൊരു പകുതി അളവ് വേകുമ്പോഴത്തേക്കും ഈ ഉരുളക്കിഴങ്ങ് ഞാൻ കോരി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ വെള്ളം വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്ന സമയത്ത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണ് കറിപ്പരിപ്പ്, 1 ടേബിൾ സ്പൂണ് ഉഴുന്നുപരിപ്പ്, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക്, ഒരു 3 നല്ല വറ്റൽമുളക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉഴുന്നുപരിപ്പ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കറിവേപ്പില നിങ്ങൾ നന്നായിട്ട് കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മാറ്റി ഒന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് ആറി വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ കറിവേപ്പില ഇങ്ങനെ പൊടിഞ്ഞു പോണ രീതിയിൽ ഇത് ഡ്രൈ ആയിട്ട് നല്ലതായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ തന്നെ നല്ല തരിയാക്കി വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് പൊടിച്ചിവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ ഏകദേശം തന്നെ പകുതി തന്നെ വെന്ത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഉരുളക്കിഴങ്ങിനെ ഒന്ന് ഈ വെള്ളത്തിൽ നിന്നൊന്ന് കോരി മാറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. അപ്പോഴായിരിക്കും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞ് റെഡിയാക്കി വെച്ച ആ ഒരു ഉള്ളിയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇതിനെ നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊന്ന് വാടി വന്നപ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടിനെയും കൂടെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വെള്ളം ഊറ്റി വെച്ച ആ പൊട്ടറ്റോസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണമെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് ആ ഉള്ളിയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ ഈ ഉരുളക്കിഴങ്ങിലേക്ക് പിടിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പൊടിയുണ്ടല്ലോ, ആ ഒരു കരിവേപ്പിലയുടെയും ആ നമ്മുടെ പരിപ്പിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ സ്റ്റൗവിൻ്റെ തീ ഏറ്റവും കൂടിയ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം കേട്ടോ. അങ്ങനെ വെച്ചിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അടിയിൽ പിടിക്കാതെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു നല്ല മണം വരും കേട്ടോ. ആ മണം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അത്ര ടേസ്റ്റിയാണ് കേട്ടോ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുമ്പോഴത്തേക്കും ഒരു കഷ്ണം പോലും ബാക്കി വെക്കാതെ അവർ കഴിക്കുവേ. എരിവൊക്കെ കുറച്ചേ ചേർക്കാവുള്ളൂ കേട്ടോ പിള്ളേർക്ക് നമ്മൾ കൊടുത്തു വിടുമ്പോൾ. അപ്പോൾ നമ്മുടെ ആ ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കിതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നോക്കിക്കാൻ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈയുടെ പുറമൊക്കെ നല്ല ക്രിപ്സി ആയിട്ട് അകമെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായി തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കിനി ഒരു സെർവിങ് ഡിഷിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ പൊട്ടറ്റോ ഫ്രൈയുടെ സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും എല്ലാ കൂട്ടുകാരും ഒന്ന് ഓർത്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാ നല്ല കൂട്ടുകാർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.